വളരെ മികച്ച ഡിബേറ്ററാണ്. വസ്തുതകൾക്ക് മുന്നിലേക്ക് വാദങ്ങളെല്ലാം പൊളിയുമ്പോഴും എന്തെങ്കിലും വിദണ്ഡവാദം കൊണ്ട് പിടിച്ചു നിൽക്കാൻ നന്നായിട്ട് അറിയാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് ബർക്കാഡി പോലെയുള്ള കമ്പനികളുമായിട്ടുണ്ടാക്കിയ ഡീല് തൻ്റെ ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ സ്വന്തം പാർട്ടിയിലോ ഘടകകക്ഷികളുമായിട്ടോ ഒന്നും ചർച്ച ചെയ്യാതെ നയപരമ തീരുമാനവും അതിൻ്റെ പ്രായോഗിക നികുതിയും നിശ്ചയിച്ചത് വീര്യം കുറഞ്ഞ മദ്യങ്ങൾക്കുള്ള താഴ്ന്ന നികുതി സാർവത്രിക പ്രതിഷേധത്തിന് ഇടയാക്കി ഇന്നിപ്പോ വേണ്ടണമെന്നുള്ള നിലയിലെത്തിയിരിക്കുകയാണ്. ഫിനാൻസ് ബില്ലിൽ അത് ഉൾപ്പെടുത്തോ ഇല്ലയോ എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ആ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഒരു സംസ്ഥാന ബഡ്ജറ്റിനും ഇത്തരത്തിലുള്ളൊരു ദുര്യോഗം വന്നു ചേർന്നിട്ടില്ല. ഒരു പിടികിട്ടാവള്ളിയായിട്ട് അദ്ദേഹം ഇന്ന് നിയമസഭയിൽ എനിക്കെന്ത് കിട്ടിയെന്ന് ചോദിച്ചിരിക്കുക. 2018-19 ബഡ്ജറ്റിൽ വിദേശ മദ്യത്തിനുള്ള നികുതി കുറച്ചു. അത് വലിയ അഴിമതിയാണ്, ക്രമക്കേടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. 2018-19 എന്താ ചെയ്തത്? യഥാർത്ഥത്തിൽ വിദേശ നിർമ്മിത വിദേശ മദ്യം, അതാണ് ഫോറിൻ മെയ്ഡ് ഇന്ത്യൻ ഫോറിൻ ലിക്കർ, അത് കേരളത്തിൽ അതുവരെ നേരിട്ട് ഇറക്കുമതി ചെയ്ത് സ്റ്റാർ ഹോട്ടലും മറ്റും വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ബഡ്ജറ്റിലൂടെ അത്തരത്തിൽ ഇറക്കുമതി ചെയ്യുന്ന വിദേശ മദ്യം വിൽക്കാനുള്ള കുത്തക അവകാശം നമ്മുടെ ബിവറേജ് കോർപ്പറേഷൻ കൊടുക്കും. ബിവറേജ് കോർപ്പറേഷൻ വഴി മാത്രമേ വിദേശ നിർമ്മിത വിദേശ മദ്യവും വിൽക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ തീരുമാനമെടുത്തപ്പോ 150% കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണം. അതിൻ്റെ കൂടെ ഇവിടെ 210% വിൽപ്പന നികുതിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് വലിയ വിലയാവും. അത് വിൽക്കുന്ന അസാധ്യമായി തീരും, നിരോധിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് കസ്റ്റംസ് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് അത് 210% നിന്ന് 78% കുറച്ചു. അപ്പോഴും ഇവിടുത്തെ വിൽപ്പന നികുതിയേക്കാൾ കൂടുതലാണ്. തീർന്നില്ല. ഇനി ആരെങ്കിലും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത വില വളരെ താഴ്ത്തി കാണിച്ച് അങ്ങനെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വിദേശ മദ്യത്തെക്കാൾ വില കുറച്ചു വല്ലത് വിൽക്കാൻ സാധ്യതയുണ്ടോ? അതില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് 9 ലിറ്ററിന്റെ കേസിന് 6000 രൂപ മിനിമം വില നിശ്ചയിച്ചു, അടിസ്ഥാന വില. അത് നിങ്ങൾ എന്ത് ബില്ലിൽ കാണിച്ചാലും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിൽപ്പന നികുതി ഏർപ്പെടുത്താം. തീർന്നില്ല, ഒന്നുകൂടി ചെയ്തു. പ്രൂഫ് ലിറ്ററിന്, എൻ്റെ ആൽക്കഹോളിക് കണ്ടന്റ് പ്രൂഫ് ലിറ്ററിന് 87 രൂപ 70 പൈസ കൂടി അഡീഷണൽ ആയിട്ട് ഏർപ്പെടുത്തി. ഇതിന്റെ ഫലമായിട്ട് ഖജനാവിലേക്ക് 80 കോടി രൂപ അധികം കിട്ടും. ഇതാണ് ചെയ്തത്.
ഇനി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയട്ടെ എനിക്ക് എന്ത് കിട്ടിക്കാണൂ. അദ്ദേഹം നിയമസഭയിൽ ഉണ്ടായല്ലോ. അദ്ദേഹം ഏത് സമയത്ത് എഴുന്നേറ്റാലും ഞാൻ ഉത്തരം നൽകാൻ വഴങ്ങും. അതാ പറയും. അന്ന് പ്രതിപക്ഷ നേതാവല്ല. ശ്രീ വി ഡി സതീശൻ എന്തെങ്കിലും ചോദ്യം എന്നെ ഉന്നയിച്ചോ ഇത് സംബന്ധിച്ച്? ഇപ്പോഴല്ലേ വെളിപാടുണ്ടായത്? അത് സത്യം മുഴുവൻ പറയാതെ ഈ പറഞ്ഞ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് വിദേശ മദ്യത്തിന്റെ നികുതി അങ്ങ് കുറച്ചു എന്ന് മാത്രം പറയുന്നത് ശരിയാണെന്ന് അദ്ദേഹം രണ്ടു വട്ടം ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വെപ്രളം? കാരണം ഇന്ന് അദ്ദേഹത്തിന് ചെയ്ത കാര്യത്തിൽ അതിനെ പിന്താങ്ങാനുള്ള വാദങ്ങളില്ല. ഞാനൊരു കാര്യം വ്യക്തമാക്കട്ടെ. ഞങ്ങളുടെ പ്രശ്നം വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കണോ, അങ്ങനെ പ്രോത്സാഹിപ്പിച്ചാൽ മുഖ്യമന്ത്രി പറയുന്ന പോലെ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിലേക്ക് ജനം മാറുമോ എന്നുള്ളതല്ല. ഞങ്ങളുടെ പ്രശ്നം കേരളത്തിലെ കൃഷിക്കാർക്ക് അവരുടെ പഴവർഗ്ഗങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ പാനീയങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കൊരു അധിക വരുമാനമാണ്. അതിനുള്ള സാഹചര്യം കേരളത്തിൽ വേണം. അങ്ങനെ ചെയ്യുമ്പോൾ പഴ ജ്യൂസിലും മറ്റും അല്ലെങ്കിൽ എസൻസ് ചേർത്ത് നമ്മുടെ മദ്യം സ്പിരിറ്റ് നേർപ്പിച്ച് കുപ്പിയിലാക്കി വിൽക്കുന്നവർക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് സതീശൻ എന്ന് പറഞ്ഞ ആദ്യമായിട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ 2ാം വർഷത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറിച്ച് പ്രത്യേകം പരാമർശിച്ചല്ലോ. എന്തിനു വേണ്ടിയിട്ടാ? ബക്കാർഡിയുടെ ഒന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല. ഇവിടത്തെ കൃഷിക്കാർക്ക് അതുകൊണ്ട് നേട്ടമുണ്ടാകാൻ വേണ്ടി നമ്മുടെ ചട്ടങ്ങളിൽ ഹോട്ടി വൈൻ എന്ന് വീര്യം കുറഞ്ഞ പ്രത്യേക ഇനം ഉണ്ടാക്കി അതിന് 80% നികുതി നിശ്ചയിച്ചു. അതേസമയത്ത് വീര്യം കുറഞ്ഞ പാനീയങ്ങൾ അതിന് നികുതി നിശ്ചയിച്ചില്ലെന്ന്. ഇതല്ലേ യാഥാർത്ഥ്യം? നിശ്ചയിക്കാതിരുന്നത് ബോധപൂർവം എടുത്ത തീരുമാനമാണ്. കാരണം സതീശനെ പുതിയ മുഖ്യമന്ത്രിയെ ബക്കാടിയും മറ്റും സമീപിച്ചതുപോലെ കഴിഞ്ഞ സർക്കാരിനെയും സമീപിച്ചിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ സർക്കാർ അവർക്ക് അനുകൂലമായ വല്ല തീരുമാനം എടുത്തോ? അപേക്ഷ തന്നിട്ട് GST വകുപ്പ് ആ അപേക്ഷ നിരസിച്ചു. നിരസിക്കാൻ പറഞ്ഞ കാര്യം എന്താണ്? ഹോട്ടി വൈന് മാത്രമേ നികുതി നിശ്ചയിച്ചിട്ടുള്ളൂ. വീര്യം കുറഞ്ഞ മറ്റു മദ്യങ്ങൾക്ക്, ബിയറും വൈനും അല്ലാത്ത മദ്യങ്ങൾക്ക്, വീര്യം കുറഞ്ഞവയ്ക്ക് നികുതി നിരക്ക് നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇറക്കുമതി ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞാൽ നിരസിച്ചത്. എന്താ ഇപ്പോ മുഖ്യമന്ത്രി വി ഡി സതീശൻ ചെയ്തിരിക്കുന്നത്? തൻ്റെ ആദ്യ ബഡ്ജറ്റിൽ തന്നെ അവയ്ക്ക് നികുതി നിശ്ചയിച്ചു കൊടുത്തു. ഇനി ബക്കാടി വന്നു കഴിഞ്ഞാൽ നിരസിക്കാൻ പറ്റുമോ? അപ്പൊ ബക്കാടി പോലുള്ള കമ്പനികൾക്ക് നമ്മുടെ കൃഷിക്കാരൻ്റെ മാർക്കറ്റ് അത് അവർക്ക് തീരെഴുതി കൊടുത്തിരിക്കുക. ഇതാണെന്ന് ദ്രോഹം. മദ്യാസക്തി കൂട്ടുകയോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് 2 തരത്തിൽ വാദിക്കാം. അതല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങളുടെ വിഷയം
കേരളത്തിലെ കൃഷിക്കാരുടെ ഒരു അധിക വരുമാനത്തിന്റെ മാർഗമായി കണ്ടെത്തിയത് ബക്കാടി പോലുള്ള കമ്പനികൾക്ക് തീരെഴുതുന്നതിന് ഈ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ അഴിമതിയുണ്ട്. അപ്പോ ഇനിയുള്ള ദിവസം ഫിനാൻസ് ബില്ല് വരാൻ പോയാണ്. അതിനുള്ളിൽ അദ്ദേഹം തീരുമാനിക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. ഇതുപോലൊരു കർഷക ദ്രോഹം വേറെ ചെയ്യാനില്ല. ഇതുപോലെ തന്നെയാണ് അദ്ദേഹം സ്വകാര്യവൽക്കരണത്തെ കുറിച്ച് പറയുന്നത്. ഞങ്ങൾ സ്വകാര്യ മൂലധനത്തിനൊന്നും എതിരല്ലെന്ന്. കഴിഞ്ഞ 10 വർഷക്കാലം സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എങ്ങനെ മെച്ചപ്പെടുത്താം, അതിനെന്തൊക്കെ നടപടി വേണം, അങ്ങനെ 22ാം സ്ഥാനത്ത് നടന്നിരുന്ന കേരളത്തെ 1ാം സ്ഥാനത്തേക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്ന നേട്ടമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്. അത് സ്വകാര്യ മൂലധനത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഞങ്ങള് സ്വകാര്യ മൂലധനത്തിനെതിരല്ല, പക്ഷെ സ്വകാര്യവൽക്കരണത്തിനെതിരെ. എന്താ സ്വകാര്യവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുമേഖല അതിൻ്റെ മേധാവിത്വം, അതിൻ്റെ മുൻകൈ സ്വകാര്യ മേഖലക്ക് അടിയറ വെക്കുന്നതിനെയാണ് എതിർക്കുന്നത്. റെയർ എർത്ത് ഇന്നിപ്പോ ധാതു ഖനനം ആരാ നടത്തുന്നത്? പൊതുമേഖലയാണ്. അത് നമ്മൾ കൂടുതൽ വികസിപ്പിക്കാനും ധാതുവായിട്ട് വിൽക്കാതെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആയിട്ട് പറ്റുമെങ്കിൽ അലൂമിനിയം മെറ്റൽ തന്നെ നമ്മുടെ ചവറയിൽ ഉണ്ടാക്കുന്നതിലേക്ക് ഇത് വികസിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. ആരാ ഇതിന് നേതൃത്വം നൽകുമെന്ന് പറഞ്ഞത്? ഇടതുപക്ഷത്തിനൊരു സംശയം ഉണ്ടായില്ല കേട്ടോ. ബഡ്ജറ്റ് പ്രസംഗം എടുത്ത് വായിച്ചു നോക്കിക്കൊള്ളൂ. കഴിഞ്ഞ ഓണത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. KMML, കെൽട്രോൺ, അതുപോലെ നോൺ ഫെറസ് മറ്റീരിയൽ ടെക്നോളജി, നോൺ ഫെറസ് അല്ല, ഫോസ്ഫറസ് ടെക്നോളജി ഡെവലപ്മെന്റ് സെന്റർ ഹൈദരാബാദില്. ഇവർ 3 പേരും കൂടിയാണ് ഇതിന് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക, ഇത് വികസിപ്പിക്കുക. അല്ലാതെ ഏതെങ്കിലും ഏജൻസിക്ക് കൊടുത്ത് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കലല്ല. ഇത് ജാഗ്രത പുലർത്തേണ്ട കാര്യം എന്താ? ഇന്ത്യ സർക്കാർ, നരേന്ദ്രമോദി ഈ ധാതു മേഖല മുഴുവൻ തീരെഴുതാണ്, തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുക. കേരളത്തിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ധാതു ഖനനം നടക്കുന്നത് വടക്കേ ഇന്ത്യയിലെ പോലെ കാട്ടുപ്രദേശത്തും മറ്റുമല്ല. അവിടെയും പ്രശ്നങ്ങളുണ്ട്. അവിടെയല്ല, ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ താമസിക്കുന്ന തീരപ്രദേശത്താ. അവിടെ ഉപജീവന മാർഗമാണ്, അവർ താമസിക്കുന്നിടമാണ്. അത് ഒരു സാമൂഹ്യ നിയന്ത്രണമില്ലാതെ ഇന്ത്യൻ കുത്തുകൾക്ക് തുറന്നു കൊടുക്കാൻ പറ്റൂല. അതിന് ഞങ്ങൾ എതിർക്കുന്നത്. ഒറ്റ ചോദ്യമുള്ളൂ, വളരെ സ്പഷ്ടമായിട്ട് കഴിഞ്ഞ ബാലഗോപാലിന്റെ ബഡ്ജറ്റിൽ ഈ 3 ഏജൻസികളാണ് റെയർ എർത്ത് കോറിഡോറിന് പിന്നിലെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ മിണ്ടാട്ടമില്ലാത്ത? ഹരിപ്പാട് പുതിയ ആശുപത്രി കൊണ്ടുവരുന്നു, മെഡിക്കൽ കോളേജ്. എങ്ങനെയാ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പറഞ്ഞ പോലെയാണോ? അതെന്താണെന്നറിയാമോ? സർക്കാർ ഭൂമി കൊടുക്കും, അതിന് സർക്കാരിന് 26% ഓഹരി കൊടുക്കും. എന്നിട്ട് എങ്ങനെ കെട്ടിടം പണിയാ? സർക്കാർ പണം കൊടുക്കും, നബാർഡിൽ നിന്ന് വായ്പ മേടിച്ചു കൊടുക്കും. അങ്ങനെ 500 ബെഡുള്ള കെട്ടിടമൊക്കെ പണിത് കഴിഞ്ഞാൽ പിന്നെ ആര് ആശുപത്രി നടത്തും? അതിനൊരു ചാരിറ്റബിൾ സൊസൈറ്റി പ്രകാരം ഉണ്ടാക്കിയ ഒരു സംഘടനയുണ്ട്. കാശ് മുടക്കുന്ന സർക്കാർ, ഭൂമി കൊടുക്കുന്ന സർക്കാർ, പിന്നെ ആശുപത്രി നടത്തിപ്പ് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി. ആ പണി സമ്മതിക്കില്ല കേട്ടോ. ഇതാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയും. ഇതിനെ ഞങ്ങൾ എതിർക്കും. അതുകൊണ്ട് VD സതീശന്റെ ബഡ്ജറ്റ് പുതിയ വരുമാനം കണ്ടെത്താനൊരു മാർഗമില്ല, പറയുന്നില്ല. വായ്പ എടുക്കാനാണെങ്കിൽ അത് പാടില്ലെന്നാ സിദ്ധാന്തം. അതുകൊണ്ട് പൊതുമേഖല വിറ്റ് കാശാക്കാനായിരിക്കും ഒരുപക്ഷെ പരിപാടി. ആ പണി കേരളത്തിൽ നടക്കില്ല എന്ന്
ഈ ബഡ്ജറ്റ് അവതരണം കൊണ്ട് എന്നെ ബോധ്യപ്പെട്ട് കിടന്നു. ബഡ്ജറ്റിൽ പറഞ്ഞ പലതും തിരുത്തി പറയാൻ ഇപ്പം നിർബന്ധരായി മാറിയിരിക്കുകയാണ്.